ഹലോ സുന്ദരികളെ സുന്ദരന്മാരെ, ഞാൻ വീണ്ടും വന്നു. ഇന്ന് എൻ്റെ മുടിയുടെ സംരക്ഷണമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. പലരും ചോദിച്ച കാര്യമുണ്ടല്ലോ, എന്ത് ഓയിലാണ് ചേച്ചി തേക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അത് പറയാതിരുന്നത് എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഓയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണപ്രദമാകണമെന്നില്ല, എന്നാലും പൊതുവെ എല്ലാവർക്കും പറ്റുന്ന ഓയിലാണ് ഉരുക്ക് വെളിച്ചെണ്ണ അഥവാ വെന്ത വെളിച്ചെണ്ണ. തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് ഉരുക്കിയെടുക്കുന്ന, തിളപ്പിച്ച് വറ്റിച്ച് പതവറ്റിച്ച് മണൽ പരുവത്തിൽ എടുക്കുന്ന എണ്ണയാണ് വെന്ത വെളിച്ചെണ്ണ. ആ വെന്ത വെളിച്ചെണ്ണയാണ് ഞാൻ ഡെയിലി തലയോട്ടിയിൽ ഒരു വൈകുന്നേര സമയത്ത് പുരട്ടുന്നത്. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്ന ഈ ക്യാനിൽ അങ്ങനെ അതെടുത്തിട്ട് ഡെയിലി നമുക്ക് ഉപയോഗിക്കാം. വെന്ത വെളിച്ചെണ്ണ ഏത് പ്രായത്തിലുള്ള പിള്ളേർക്കായാലും കുഞ്ഞ് ജനിച്ച ഉടനെ ഉള്ള കുട്ടികൾക്കും ദേഹത്തും തലയിലും ഒക്കെ മസാജ് ചെയ്യാനും പുരട്ടാനും പറ്റിയ ഓയിൽ തന്നെയാണ് വെന്ത വെളിച്ചെണ്ണ. എല്ലാവർക്കും വൈറ്റമിൻ ഇ സമ്പുഷ്ടമാണ് വെന്ത വെളിച്ചെണ്ണ. പ്രസവിച്ച് കിടക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ വെന്ത വെളിച്ചെണ്ണ ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണ്. ഒരു ടീസ്പൂൺ കൊളസ്ട്രോളൊക്കെ ഇല്ലാതാകാനും വൈറ്റമിൻ ഇക്ക് പകരം, ക്യാപ്സൂളിന് പകരം നമുക്ക് അത് കഴിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മുടി എങ്ങനെയാണ് ഈ പ്രായത്തിൽ, എനിക്ക് ഒക്ടോബർ 16 ആകുമ്പോൾ 60 വയസ്സ് തികയും. 66 അപ്പോൾ ആ 60 വയസ്സിൽ ഈ മുടി വളരെ കുറവ് നര മാത്രമേ ഉള്ളൂ. ഈ സൈഡിലും ചെറിയ നര, ഈ സൈഡിലാണ് കൂടുതൽ നര. അപ്പോൾ അത് എണ്ണയിലാണ് കവർ ചെയ്തത്. ഞാൻ ഇതുവരെ ഒരു കെമിക്കലും തലയിൽ യൂസ് ചെയ്തിട്ടില്ല. ഷാമ്പു കഴിയുന്നത് ഹെർബൽ ഷാമ്പു ആണ് ഉപയോഗിക്കാറ്. ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിൽ കഴിയുന്നത് താളി ഉപയോഗിക്കും. അപ്പോൾ മുടി നരച്ചിട്ടില്ല. എണ്ണ കഴിയുന്നതും എല്ലാ മാസവും ഉപയോഗിച്ചുകൊണ്ടിരുന്ന എണ്ണ ഇപ്പോൾ വാഷ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് തലയോട്ടിയിൽ മാത്രം ഈ കളറ് കിട്ടാനും ഒക്കെ ആയിട്ട് തലയോട്ടിയിൽ മാത്രം പുരട്ടിയിട്ട് ഫുള്ള് പുരട്ടാൻ മടിയാണ്. അത് കഴുകിയെടുക്കാനൊക്കെ പ്രയാസമായതുകൊണ്ട് ആരുടെയും ഹെൽപ്പ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് അത് ഫുള്ള് പുരട്ടാത്തത്. ഇനി അഥവാ നര കൂടുതലാണെന്ന് വരികയാണെങ്കിൽ ഞാൻ നീലാമരി ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതും നമ്മൾ ഓർഗാനിക് നീലാമരി, എന്ത് സാധനവും ഓർഗാനിക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇച്ചിരി വളരെ എഫക്റ്റീവായിരിക്കും. അത് കെമിക്കൽ ഇല്ലാതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി എനിക്ക് ആരോഗ്യപരമായിട്ട് ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞ പിന്നെ മഞ്ഞപ്പിത്തം വന്നു. അത് ഇച്ചിരി കൂടിപ്പോയായിരുന്നു. അതിൻ്റെ പ്രശ്നങ്ങൾ ലിവറിനെ ബാധിച്ചിരുന്നു. അത് സ്കിന്നിലേക്ക് പതിയെ വന്നു തുടങ്ങിയായിരുന്നു. യൂട്രസിന് പ്രോബ്ലം ഉണ്ടായിരുന്നു, ഓവറിക്ക് പ്രോബ്ലം വന്നു, അതെടുത്ത് കളയേണ്ടി വന്നു. അതോട് ചേർന്ന് ഫേസിലൊക്കെ പിഗ്മെൻറ്റേഷൻ പോലെ അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് 2 കോർണറിലും വന്നു തുടങ്ങി. അതെനിക്കറിയാം, എൻ്റെ ലിവറിൻ്റെ പ്രോബ്ലം കൊണ്ടും അതിൻ്റെ സൈഡ് എഫക്ട്സ്, കഴിച്ച മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് കൊണ്ട് കാണുന്നു. ചിക്കൻ ഗുനിയ, മഞ്ഞപ്പിത്തമൊക്കെ വന്നപ്പോൾ ആ കഴിച്ച മരുന്നുകളുടെ എഫക്റ്റ് കൊണ്ട് മുടി ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന പോലെ എവിടെ നോക്കിയാലും മുടി. അതുപോലെ നീളം കൂടിയതാകുമ്പോൾ ഇത്രയും മുടി കാണും ഒരു ദിവസം കൊഴിഞ്ഞത് എടുത്ത് വെക്കുമ്പോൾ. അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം. ഇപ്പോൾ ഉള്ളതിൻ്റെ 3 ഇരട്ടി, അതായത് ഇപ്പോൾ ഉള്ള മുടിയുടെ ഇരട്ടി, 3 ഇരട്ടിയല്ല, ഇരട്ടി 2ആയിട്ട് പിന്നുമ്പോൾ ഒരു സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പിന്നുമ്പോൾ വൃത്തികേടാ. ഇവിടുത്തെ വലിപ്പം തന്നെ ഇത്രയും വരും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് പിന്നിട്ടത് കാണാൻ പറ്റും, ഒറ്റയ്ക്ക് മുടി പിന്നിടുമ്പോൾ. അപ്പോൾ അത്രയ്ക്ക് മുടി ഉണ്ടായിരുന്നു. എത്ര മുറുക്കി പിന്നിയാലും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കഴുത്തിൻ്റെ ഇവിടെ കാണാം. അത്രയ്ക്ക് ഉള്ളുണ്ടായിരുന്ന മുടിയാണ്. 35 വയസ്സ് കഴിഞ്ഞപ്പോൾ ആദ്യം കുറേ കാലം എനിക്ക് ഇടയ്ക്ക് കുറേ ഫാമിലി പ്രോബ്ലമൊക്കെ ഒന്ന് വന്നപ്പോൾ ഞാൻ മുടി ശ്രദ്ധിക്കാതെ വന്നപ്പോൾ മുടി കൊഴിയാൻ തുടങ്ങി. ആ കൊഴിഞ്ഞ മുടികൾ ഒന്ന് തിരിച്ചു കൊണ്ടുള്ള ഒരു ആഗ്രഹം അന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ കെയറിങ് കുറവായിരുന്നു.
അതിൻ്റെ ഇടയ്ക്കാണ് മഞ്ഞപ്പിത്തം വന്ന് മുടി കൊഴിയാൻ തുടങ്ങി. ചിക്കൻ ഗുനിയ വന്നു. ഒരു 50 വയസ്സായപ്പോൾ നല്ല പെടലി വേദനയായി. കഴുത്തിൻ്റെ ഇവിടെ എപ്പോഴും നനഞ്ഞിരിക്കുക, വിയർപ്പ് വന്നിട്ട്. പിന്നെ യൂട്രസിലൊക്കെ പ്രശ്നം വന്നപ്പോൾ ഇങ്ങനെ വേർത്ത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ വേർത്തൊഴും. യൂട്രസ് റിമൂവ് ചെയ്തു, പക്ഷെ അതിൻ്റെയൊക്കെ ആയിട്ട് ഭയങ്കര വേർപ്പായി. അപ്പോൾ എപ്പോഴും ഈ കഴുത്തിൻ്റെ ഈ പുറവശം ഇങ്ങനെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് എപ്പോഴും കഴുത്ത് വേദന. അതുകൊണ്ട് ഡോക്ടർ ആദ്യം ലക്ഷോറിലാണ് കാണിച്ച ഡോക്ടർ ആദ്യം പറഞ്ഞത് ഈ നീണ്ട മുടി ഷോൾഡർ വെച്ച് വെട്ടിക്കളയാം. എത്ര മരുന്ന് കഴിച്ചാലും കഴുത്ത് തന്നെ മാറില്ല, നിങ്ങൾ പോണി കെട്ടണം. പോണി എനിക്ക് കെട്ടാൻ പറ്റില്ലായിരുന്നു, അത്രയും ഉള്ളുള്ള മുടിയായതുകൊണ്ട്. അപ്പോൾ പോണി കെട്ടി ഈ കഴുത്ത് നനയാതെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ മുടി വെട്ടിക്കളയണം. ഇനി നിങ്ങൾ മുടി വെച്ചുകൊണ്ട് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല, പെയിൻ കില്ലറൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ ഷോൾഡറിൽ നിന്ന് മുടി കട്ട് ചെയ്തു. അത് കുറേ വർഷമായി, ഒരു 15 വർഷം എൻ്റെ ഇളയ ബ്രദറിൻ്റെ കുട്ടി ഉണ്ടായ സമയത്താണ്. ആ സമയത്താണ് ഞാൻ മുടി വെട്ടിയത്. മുടി ഷോൾഡറിൽ നിന്ന് വെട്ടി ഏതാണ്ട് ഈ ലെങ്ത്തിൽ യു ഷേപ്പിലായിരുന്നു കട്ട് ചെയ്തത്. എന്നെ ചീത്ത വിളിക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. മുടി വെട്ടിക്കളഞ്ഞത് അഹങ്കാരമാണ് എന്നൊക്കെ. പക്ഷേ എൻ്റെ ആരോഗ്യമാണ് എനിക്ക് പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ ആ മുടി വെട്ടി കളയേണ്ടി വന്നത്. വലിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും മടിയായിരുന്നു ആ സമയത്ത്. പക്ഷേ അതോടുകൂടി എൻ്റെ പെടലി വേദന മാറി കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മുടിയുടെ വെയിറ്റാണോ എന്താണോ, എന്തായാലും ആ തണുപ്പ് കൊണ്ടാണോ ഒക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മുടി ശ്രദ്ധിക്കാൻ തുടങ്ങി. മുടി വളർത്തിയെടുക്കണം എന്നൊരാഗ്രഹം വന്നു. വീണ്ടും മുടി ശ്രദ്ധിക്കാൻ. അപ്പോൾ ശരിക്കും വൈറ്റമിൻ ഡിയുടെ കുറവ് ഒത്തിരി വന്നു. ഈ അസുഖമൊക്കെ വന്നു കഴിഞ്ഞതോടുകൂടി എല്ലാം താഴത്തേക്ക് പോയി. ഇങ്ങനെ ഉച്ചി ഭാഗത്തൊക്കെ കഷണ്ടി തെളിഞ്ഞു തുടങ്ങി, മുടി ഒത്തിരി അങ്ങ് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ആഴ്ചയിൽ ഒരു ദിവസം വെച്ചുള്ള 60,000-ൻ്റെ ക്യാപ്സൂള് ആഴ്ചയിൽ ഒരു ദിവസം വെച്ചെടുത്തു. വൈറ്റമിൻ ഡി നോർമൽ ആകാനായിട്ട് 1 മാസം വരെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചെടുത്തു. പിന്നെ 2 ആഴ്ചയിലൊരിക്കലായി. അത് ഞാൻ ഒരു ഏകദേശം ഒരു 6 മാസം അങ്ങനെ കഴിച്ചു. പിന്നെ മാസത്തിൽ ഒരിക്കൽ ഇപ്പോഴും കഴിക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് എൻ്റെ പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നു, മുടി പതുക്കെ വളരാൻ തുടങ്ങി. അടുത്തത് ഞാൻ ഉപയോഗിച്ചിരുന്ന ത്രിഫല പൗഡർ. കടുക്ക, നെല്ലിക്ക, താന്നിക്ക തുല്യ അളവിൽ നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് തുല്യ അളവ് തൂക്കത്തിൽ വാങ്ങുക, നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ച് അത് ഡെയിലി നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്തിട്ട് കഴിക്കുമോ, അല്ലെങ്കിൽ കുറച്ച് തേൻ ഉപയോഗിച്ച് ചാലിച്ച് കഴിക്കുമോ. ഒരു 1/2 ടീസ്പൂൺ സ്റ്റാർട്ടിങ് കഴിക്കുക, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ആദ്യം കഴിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പാണ് കഴിക്കാൻ നല്ലത്. എന്നിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ കുടിക്കുക. അപ്പോൾ വയറിൻ്റെ ശോധനയ്ക്കും നല്ലതാണ്, തലമുടിക്കും കണ്ണിനും ഒക്കെ പൊതുവെ നല്ലതാണ്. അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കുറേ നാൾ. ഇപ്പോഴും ഓർക്കുമ്പോഴും ഒക്കെ ഞാൻ കഴിക്കാറുണ്ട്. അത് ഞാനിവിടെ കഷായം ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം, ഹെന്നയുടെ കാര്യത്തിൻ്റെ അകത്ത് കഷായത്തിൽ മിക്സ് ചെയ്യുന്ന ഹെന്ന. എൻ്റെ പാർലറിലും ഞാൻ ഉപയോഗിക്കുന്നത് കഷായത്തിൽ മിക്സ് ചെയ്യുന്ന ഹെന്നയാണ്. അപ്പോൾ കഷായം ഉണ്ടാക്കുമ്പോഴും ഈ ത്രിഫല പൊടി ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ അതാണ് വേറൊരു കാര്യം. അപ്പോൾ ഈ 2 കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ കൂടുതലും ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പേരയ്ക്ക കഴിവതും കഴിക്കും. എല്ലാ ദിവസവും കിട്ടിയാൽ കഴിക്കും. ഇല്ല, പേരയ്ക്ക കിട്ടിയില്ലെങ്കിൽ നെല്ലിക്ക കഴിക്കും, അല്ലെങ്കിൽ ഈന്തപ്പഴം കഴിക്കും, ഇല്ലെങ്കിൽ 1-2 ഡേറ്റ്സ് കഴിക്കും, 1-2 ബദാം കഴിക്കും. വാൾനട്ട് എനിക്കത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഫുഡിൽ ശ്രദ്ധിക്കും. പൊതുവെ ഫുഡിനോട് വലിയ താല്പര്യമുള്ളതൊന്നുമല്ല, ചോറൊന്നും എനിക്കിഷ്ടമുള്ളതല്ല. പക്ഷേ എൻ്റെ ഹോർമോൺ വ്യത്യാസം കൊണ്ടായിരിക്കാം, എൻ്റെ ശരീരപ്രകൃതിയോ അല്ലെ ഹെറിഡിറ്ററിയോ ആയിട്ടായിരിക്കാം, എന്ത് കഴിച്ചാലും ദേഹത്ത് കാണും. അപ്പോൾ അതാണ് എൻ്റെ പ്രകൃതി. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ എനിക്കുള്ള കെയറൊക്കെ ചെയ്യുന്നത്. പിന്നെ
തലയിൽ ഇപ്പം ഞാൻ വെന്ത് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നല്ല മൂത്ത തേങ്ങ, വീണ് കിട്ടുന്ന തേങ്ങ ആയിരിക്കാം നല്ലത്. അത് പൊട്ടിച്ച് ചരണ്ടി അത് മിക്സിയിൽ അടിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ആദ്യത്തെ പാല് മാത്രം പിഴിഞ്ഞെടുത്താൽ മതി. പക്ഷെ അത് നന്നായിട്ട് വെള്ളം ചേർക്കാതെ വേണം മിക്സിയിൽ അരച്ച് പിഴിഞ്ഞെടുക്കണ്ടേ. ആ പിഴിഞ്ഞ ഓയിൽ ഇനി അഥവാ ആ തേങ്ങാപ്പാലിന് ശരിക്കും കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് രണ്ടാമതൊന്നും കൂടെ പിഴിഞ്ഞെടുക്കുക. ഒത്തിരി വെള്ളം ചേർത്താൽ നമുക്ക് തന്നെ പാടായിരിക്കും. എന്നിട്ട് പിഴിഞ്ഞെടുത്ത് ഇനി കൂടുതൽ വെള്ളം ഒഴിച്ച് എടുക്കാനും വേറെ മാർഗമുണ്ട്. പിഴിഞ്ഞെടുത്ത ഇത് നമ്മൾ ചൂടാക്കി വറ്റിച്ചെടുക്കുക. അതാണ് വെന്ത വെളിച്ചെണ്ണ. ഇനി തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്താണ് അരയ്ക്കുന്നതെങ്കിൽ നിങ്ങളത് 1-2 തവണ വെള്ളം ഒഴിച്ച് അരച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ എടുക്കാൻ എളുപ്പമായതുകൊണ്ട് അത് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ സത്ത് മൊത്തം കിട്ടുക. ഒരു 10 തേങ്ങയെങ്കിലും എടുക്കുകയാണ് നല്ലത് ഒരു തവണ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ. എന്നിട്ട് ഇത് പിഴിഞ്ഞ നീര് തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ, ഫ്രീസറിൽ വെക്കേണ്ട സാധാരണ തട്ടിൽ വെച്ച് തണുക്കുമ്പോൾ ഒരു പിറ്റേ ദിവസം ആകുമ്പോൾ മുകളിൽ കട്ടയായിട്ട് തേങ്ങാപ്പാലിൻ്റെ ക്രീം അടിയും. അത് വെള്ളം ഊറ്റി കളഞ്ഞ് ആ കട്ട മാത്രം എടുക്കുക. എന്നിട്ട് ഉരുളിക്കകത്ത് ഇച്ചിരി വലിയ വലിപ്പമുള്ള പാത്രമായിരിക്കണം. കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ പാത്രത്തിൽ എടുത്ത് ഇത് തിളച്ച് പോകും. അതിൽ ഒന്ന് തിള വരുന്നോടം വരെ നല്ല ചൂടിലിട്ട് തിള വരുത്തുക. തിള വന്നു കഴിഞ്ഞാൽ മീഡിയം ചൂടിലേക്ക് മാറ്റുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ തിള കുറഞ്ഞ് വരുന്നതോറും തീ സ്ലോ സ്പീഡിലേക്ക് മാറ്റുക. നന്നായിട്ട് ഇളക്കുക. ഇളന്ന് വരുമ്പോൾ ഒരു നല്ല മണം വരും. അപ്പോൾ ഒരു ചെളി പരുവെന്ന് വരും. ഈ അടിയുന്ന കക്കൻ എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ആ കക്കൻ ഇങ്ങനെ ഇളക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയം വരും. ആ സമയത്ത് നോക്കുമ്പോൾ അത് ചെറിയ അതിൻ്റെ അതെടുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഒട്ടൽ പോലെ ഉണ്ടാവും. ആ ഇളക്കൽ പിന്നെ ഇളക്കുമ്പോൾ നമുക്ക് സ്പീഡിൽ ഇളക്കാവുന്നുള്ള രീതി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മൂത്ത് പോകരുത് ഒരു കാരണത്താൽ. അത് കഴിഞ്ഞ് ഓരോ തവണ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതെടുത്ത് നോക്കണം. മണൽ പരുവെന്ന് പറയും. കയ്യിൽ ചെളി പറ്റാത്ത ശരിക്കും തരാമെന്ന് വരുന്ന മണം, ആ ഒരു പരുവം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മുറി മുഴുവനും നല്ല വെളിച്ചെണ്ണയുടെ മണം, ഒരു പ്രത്യേക മണം വരും. അപ്പോൾ വേണമെങ്കിൽ ഒരു 2 കുരുമുളക് ഇട്ട ആ ചെളിപ്പരുവാകുമ്പോൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചില കുരുമുളക് പൊട്ടുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ കരിഞ്ജീരകം ചേർക്കും എൻ്റെ തലമുടിക്ക്. കാര്യം നര വരാതിരിക്കാൻ കരിഞ്ജീരകം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് കരിഞ്ജീരകം ചേർക്കാം. അത് കൽക്കനം എന്ന് പറയും. ആ പരുവത്തിൽ നമുക്ക് ചേർത്തിട്ട് മുടി വളർച്ചയ്ക്കും കരിഞ്ജീരകം നല്ല. എന്നിട്ട് ഇത് മണൽ പരുവത്തിൽ തീ ഓഫ് ചെയ്ത് നമ്മൾ കഴിയുന്നതും നല്ല ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക്, സ്റ്റീൽ പാത്രത്തിലേക്ക് ആ ചൂടോടെ മാറ്റി ഒഴിക്കുക. നല്ലതായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ ഉണക്കിയെടുത്ത, വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത പാത്രത്തിലേക്ക് ഈ എണ്ണ മാറ്റുക. ഇളക്കി കൊടുക്കുക. മൂത്ത് പോകരുത്. ഉരുളിക്കകത്തൊക്കെ ആണെങ്കിൽ അത് ഒത്തിരി മൂത്ത് പോകും. അതുകൊണ്ടാണ് ഉരുളി മാറ്റാൻ പറയുന്നത്. അപ്പം അതാണ് വെന്ത വെളിച്ചെണ്ണ. അപ്പോൾ അടുത്ത ഇതിൽ ഞാൻ എണ്ണയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കുക, മനസ്സിലാക്കുക. അതുവരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കൂ.